കൂടെ നടക്കുന്ന ആള് പറയാൻ വേണ്ടി താളം കാട്ടി. വീണ്ടും പറഞ്ഞു, സാധു സ്ത്രീയാണ്, രക്ഷിക്കാൻ ആളില്ല, ബാപ്പ മരിച്ചുപോയി, കുടുംബക്കാർ വിട്ടൊഴിഞ്ഞു, കനിവുണ്ടാകണം. റസൂലുള്ള വാക്ക് കൊടുത്തു, നിനക്ക് എല്ലാവിധ അഭയവും നൽകും. നിന്റെ നാട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടി എൻ്റെ അടുത്ത് വിവരം തന്നാൽ മതി. ആരോ കിട്ടി, അവർ പോയി, നാട്ടിലെത്തി. എവിടെ നാട്ടിലെത്തിയ? ഷാമിലെത്തി. ഷാമിലെത്തിയപ്പോൾ അദിജ് അവരെ കാണുകയാണ്. അദിജിനോട് ആ പെങ്ങള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദ്രോഹി, നിന്റെ ഭാര്യയെയും കുട്ടികളെയും രക്ഷപ്പെടുത്തി പെങ്ങളെ നശിപ്പിച്ചവരല്ല നീ എന്ന് പറഞ്ഞിട്ട് അവര് ശകാരിച്ചു. അപ്പോ ഒറ്റ വാക്ക് പറഞ്ഞാല് എന്താണ് നബിയുടെ സ്ഥിതി എന്ന് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം മുഴുവൻ കേട്ടപ്പോൾ വളരെ നല്ല മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുകയും അതുകൊണ്ട് അടിയന്തരമായി ഇത് റസൂലിനെ കാണണം എന്ന പങ്കള് പറയുകയും അദ്ദേഹം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി സംസാരിക്കുകയും ചെയ്തൊരു ചരിത്ര രംഗമുണ്ട്. നബിയുടെ വീട്ടിൽ ഈ ഈത്തപ്പനൻ്റെ തുരുമ്പോല കൊണ്ടുണ്ടാക്കിയ ഒരു തലയാണയുള്ളത്. ആ തലയാണ എടുത്ത് അദീന് കൊടുത്തിട്ട് പറഞ്ഞു, ഇരിക്കി, നിങ്ങൾ അവിടെയും ഇരിക്കി. നബി നിരത്തിയിരുന്നു. എന്നിട്ട് അദ്ദേഹമായി നടന്ന സംഭാഷണത്തിൽ റസൂലുള്ള പറഞ്ഞു, ആളില്ല എന്ന് വിചാരിച്ചിട്ടും സാമ്പത്തിക ശേഷിയില്ല എന്ന് വിചാരിച്ചിട്ടും അധികാരം കിട്ടൂല എന്നും വിചാരിച്ചിട്ടും ആണല്ലോ അദീയ ഓടിപ്പോകുന്നത്. എനിക്ക് കേൾക്കണം, ഈ ഖാദിസിയ തൊട്ട് അങ്ങേ അറ്റത്തേക്ക് വരെ ഒരു പെണ്ണിന് നിർഭയയായി യാത്ര ചെയ്ത് വന്ന് കഅബൻ തവാഫ് ചെയ്യ പോകുന്ന അത്ര നിർഭയത്വമുള്ള ഒരവസ്ഥ വരും എന്ന്. പിന്നെയും നബി റസൂലുള്ളാഹി പറഞ്ഞു, കിസ്രയുടെയും കൈസറിന്റെയും സമ്പത്ത് എൻ്റെ അനുയായികളുടെ കയ്യിലെത്തും. അപ്പൊ ചോദിച്ചു, ഹുർമുസ് രാജാവിൻ്റെയോ? അതെ തന്നെ. അദീജ് പറയാണ്, റസൂലുള്ളാഹി വഫാത്തായി, സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇത് രണ്ടെണ്ണം സംഭവിച്ചു. പിന്നെ ഞാനിങ്ങനെ കാത്തിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, സാമ്പത്തിക പ്രയാസമാണോ നിനക്ക്, ഈ സമ്പത്ത് മുഴുവൻ ഒഴുകുമെന്ന് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ ആൾക്കാരെ ഏൽപ്പിച്ചത് സക്കാത്ത് വാങ്ങാൻ അർഹരായ ആരെങ്കിലും നാട്ടിലുണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എല്ലാം പുലർന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായും പഠിച്ച് വിശ്വസിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു സമൂഹത്തിന് അന്ന് വിജയമുണ്ടായെങ്കിൽ മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളും ആ ഖുർആൻ അതുപോലെ വിശ്വസിക്കുകയും അള്ളാഹുവിൽ അർപ്പിക്കുകയും അതിനുള്ള ഐക്യവും സ്നേഹവും തമ്മിലുണ്ടാവുകയും ചെയ്താൽ വല്ലാഹി 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 തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകും. അതിനുള്ള മാനസികമായ പൊരുത്തവും പഠനത്തിനുള്ള സന്നദ്ധതയും പടച്ചോനിലുള്ള തവക്കുലും അതിനുള്ള ഐക്യവും നമുക്ക് അള്ളാഹു പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ശക്തികളെയും അതിജയിക്കാനുള്ള തൻ്റെടവും ആർജവത്വവും ധൈര്യവും നൽകി റഹ്മാനായ റബ്ബ് നമുക്കെന്നും അവൻ്റെ അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഔപചാരികമായി ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കുറിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്ര പാഠങ്ങളിലൂടെ നമ്മുടെ ഈമാനിക ആവേശത്തെ ഉജ്ജ്വലമാക്കി പ്രഭാഷണം നിർവഹിച്ച കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനിക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് വേദിയിൽ വിവിധ പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും അടുത്ത വർഷം മുതൽ മനാറുൽ ഹദ സ്റ്റുഡൻസ് ഹോമിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങളുടെ പ്രഖ്യാപനവും നിർവഹിക്കുന്നത് കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PT അബ്ദുൽ ഹക്ക് സാറാണ്. അദ്ദേഹത്തെ സമ്മാനദാന നിർവഹണത്തിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു.
അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് മഗ്‌രിബിന് ശേഷമുള്ള പ്രോഗ്രാമിലാണ് പങ്കെടുക്കേണ്ടത്. പക്ഷേ എനിക്ക് അരീക്കോട്ട് KNM അരീക്കോട് മണ്ഡലം സമ്മേളനം ഉള്ളതുകൊണ്ട് നേരത്തെ വന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതിൽ പങ്കെടുക്കണമല്ലോ, ആ നിലക്കാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപനത്തിന് എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് സ്കൂൾ ഓഫ് ക്വാളിറ്റി ലൈഫാണ്. അതിൽ അടുത്ത വർഷം അത് ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ കൗൺസിലിംഗ് സെൻ്ററുകൾ ഉണ്ടാവും, പ്രീ മാരിറ്റൽ സെൻ്റർ ഉണ്ടാവും, പോസ്റ്റ് മാരിറ്റൽ സെൻ്റർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വിവാഹപൂർവ കൗൺസിലിംഗ്, വിവാഹിതരാകുന്നവർക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, നിക്കാഹിൻ്റെ മുമ്പ് അവർ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു വിവാഹ ജീവിതത്തിൽ അവർ അനുവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജാണ് അതിലുണ്ടാകുക. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞവർക്ക് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യ ഭർത്താക്കൾ അവരുടെ ജീവിതം വളരെ നല്ല നിലയിൽ കെട്ടിപ്പടുക്കുന്നതിന് എന്തൊക്കെ പോരായ്മകൾ, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു എന്നൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ വേണ്ടത്ര ഇല്ലാത്തൊരു സംഗതിയാണ്. നേരെ മറിച്ച് ഈ ക്രിസ്ത്യൻ സമൂഹത്തിലൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കല്യാണത്തിന് ചർച്ചിൻ്റെ സമ്മതം കിട്ടണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ അവർ കൗൺസിലിംഗ്, ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആ കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ പള്ളിയിലെ, ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു സമ്മതം അതിന് ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനമാണല്ലോ നമുക്ക് ഈ പള്ളിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് നിർബന്ധമാണ്. അത് ഏതായാലും ഇവിടെ ഈ മനാറുൽ ഹുദയിൽ തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഡി അഡിക്ഷൻ സെൻറ്റർ, വളരെ ഈ മറ്റുള്ള ഡ്രഗുകൾക്കൊക്കെ വിധേയരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർക്കൊരു പ്രത്യേകമായ കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അതിൽ ഡി അഡിക്ഷൻ സെൻറ്റർ, കരിയർ ഗൈഡ് ലൈൻ പ്രോഗ്രാം, നമ്മുടെ കുട്ടികൾ ഏത് ഭാഗത്തേക്ക് പോകണം, എങ്ങോട്ട് പോകണം, അവരെ ഉന്നത പഠനം ഏത് രൂപത്തിലായിരിക്കണം, രക്ഷിതാക്കൾ വിചാരിച്ച രൂപത്തിലാണോ പോകേണ്ടത്, അതല്ല കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർ ഉന്നത പഠനത്തിന് പോകണോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അതിന് കൃത്യമായ ടെസ്റ്റുകളും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മറ്റുള്ളതൊക്കെ ഉണ്ട്. അതിൽ രക്ഷിതാക്കൾ യാതൊരു സ്വാധീനം ഉണ്ടാവില്ല. അതൊക്കെ ഒരു ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കരിയർ ഗൈഡ് ലൈൻ പ്രോഗ്രാമും ഇവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊന്ന് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. നമുക്ക് സ്ഥാപനങ്ങളുടെ കുറവൊന്നും നമുക്കില്ല, ധാരാളം സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് മദ്രസ ഉണ്ട്, കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, പിന്നെ അങ്ങനെ പള്ളികളുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് അത് എങ്ങനെ അത് മാനേജ് ചെയ്യണം, അത് റൺ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം, അതിന് നടത്തിപ്പ്, ഇതൊക്കെ കൃത്യമായ ഒരു എന്താ പറയുക, അതിനൊരു ഒരു അറിവ് ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടേണ്ട സംഗതിയാണ്. അപ്പോൾ മാനേജർമാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾക്ക് കൃത്യമായ ട്രെയിനിങ് നൽകുന്ന പരിപാടി നേരെ തന്നെ ബാബു ഷരീഫ് സാറൊക്കെ
നമ്മളോടൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും വളരെ സന്തോഷം. ഞാൻ അടുത്ത വർഷം ഈ സ്കൂൾ ഓഫ് ക്വാളിറ്റി ലൈഫ് ആരംഭിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ വളരെ സന്തോഷം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് നല്ല വിജയത്തിൽ കലാശിക്കട്ടെ എന്നുകൂടി സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ നമ്മുടെയൊക്കെ സഹായം ഉണ്ടാകും എന്ന് ഈ മാനേജ്മെൻറ്റിനെ പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതി നമുക്കില്ല. ഇപ്പോൾ വലിയ വലിയ കോളേജുകളിലൊക്കെ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ എന്ന് പറയുന്ന കോളേജ് നടന്നു പോവുകയാണെങ്കിൽ അതിൽ ക്വാളിറ്റി ഉണ്ട്. എല്ലാ രംഗത്തും അതിൻ്റെ ഭൗതിക സൗകര്യം അത് വേണ്ട രൂപത്തിൽ ഉണ്ടോ ഇല്ലേ, കുട്ടികൾക്ക് അവർക്ക് കിട്ടേണ്ട അറിവ്, അതിനാവശ്യമായ സാമഗ്രികളൊക്കെ ഈ സ്ഥാപനത്തിലുണ്ടോ, അതല്ല അവർ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, അതവർ കേട്ടു കേട്ടില്ല എന്നൊന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ 2-3 വർഷം കഴിഞ്ഞു പോവുക എന്നതിന് പകരം കൃത്യമായിട്ട് അവരുടെ ഒരു ക്ലാസ് റൂം എങ്ങനെ ആയിരിക്കണം, നമ്മളെ സ്കൂളുകൾക്കുള്ള ക്ലാസ് റൂം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു രൂപം നമുക്ക് വേണം. അതുപോലെ തന്നെ ഇരിക്കുന്ന കുട്ടികൾ അവർക്കും വേണമല്ലോ ക്വാളിറ്റി, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്കും വേണം ക്വാളിറ്റി. ഇതൊക്കെ നടത്തുന്ന മാനേജ്മെൻറ്റ് അവർക്ക് ക്വാളിറ്റി ഇല്ലാഞ്ഞാൽ ഇവർക്കൊന്നും ക്വാളിറ്റി ഉണ്ടാവില്ല. അധ്യാപകർക്കും ഉണ്ടാവില്ല, പിന്നെ കുട്ടികൾക്കും ഉണ്ടാവില്ല. ഈ സ്ഥാപനത്തിൽ ഭൗതിക സൗകര്യങ്ങൾക്കൊന്നും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഇപ്പോഴൊക്കെ മത്സരമാണ്. ഇപ്പോഴൊക്കെ നമുക്കെല്ലാം ഗവൺമെൻറ് സ്കൂളുകൾ വരെ നല്ല നല്ല സൗകര്യങ്ങൾ ചെയ്തു വരികയാണ്. പലതരം സാമ്പത്തിക സഹായം നമ്മളെ സർക്കാരിനൊക്കെ കിട്ടിയിട്ട് അവർക്ക് നമ്മളെ സ്മാർട്ട് ക്ലാസ്സുകളും എല്ലാം ഇപ്പോൾ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് റൂമുകളൊക്കെ വളരെ ക്ലീനാണ്. നല്ല മേശപ്പുറത്ത് മേശ വിരി, അവിടെ ഒരു ഫ്ലവർ വേസ്, ഒരു ഫ്ലവർ, അവിടെ പുഷ്പം, ഇങ്ങനെ വളരെ നീറ്റാണ്. അങ്ങനെ കടലാസുകളും ചളി പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പല സ്കൂളുകളും ഇപ്പോൾ ഇല്ല. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ജപ്പാനിൽ എനിക്കറിയാം, ജപ്പാനിൽ സാധാരണ ഈ ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ടല്ലോ, അവർക്ക് കൃത്യമായിട്ട് അവർ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ 10 കൊല്ലം അധ്യാപകരും ഒക്കെ കേൾക്കേണ്ടതാണ്. 10 കൊല്ലം സർവീസുള്ള ഒരു അധ്യാപകന് 500 ദിവസമെങ്കിലും അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവുന്ന. നമ്മുടെ അധ്യാപകരൊക്കെ പലരും സ്കൂളിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നവർ 56-ാം വയസ്സ് വരെ അവർക്കൊരു ട്രെയിനിങ്ങിന് പോലും അവർ പോയിട്ടുണ്ടാവില്ല. എന്താണോ അവർ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് അറിവാണോ ഉള്ളത്, എങ്ങനെയാണോ അവർ പഠിച്ചിട്ടുള്ളത്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാനോ വേറെന്തെങ്കിലും ഒരു പരിശീലനം മറ്റുള്ള പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് കിട്ടാനോ അങ്ങനത്തെ ഒരു ആഗ്രഹം ഈ അധ്യാപകനുമില്ല, ഈ മാനേജ്മെൻറ്റിനുമില്ല അങ്ങനത്തെ. പക്ഷെ ജപ്പാനിൽ സമ്മതിക്കൂല. ജപ്പാനിൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കേണ്ടി, ഒരു കൊല്ലത്തിൽ എത്ര പ്രവൃത്തി ദിനങ്ങളുണ്ടാവും. അപ്പോൾ 10 കൊല്ലം സർവീസുള്ള ഒരാൾക്ക് 500 ദിവസം അയാൾക്ക് ട്രെയിനിങ് കിട്ടണം, ട്രെയിനിങ്ങിന് വിധേയമാക്കപ്പെടും എന്നുണ്ടെങ്കിൽ ഞാൻ കണക്കൂട്ടിയിട്ട് ഒരാഴ്ചയോ 10 ദിവസത്തിലോ അവർക്ക് ഈ ട്രെയിനിങ്ങിനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കമ്പനിയിലെ സ്റ്റാഫിന്, ഒരു കോളേജിലെ അധ്യാപകന്, ഒരു സ്കൂളിലെ അധ്യാപകന്, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫിന് കൃത്യമായിട്ട് ഓരോ 10 ദിവസം കൂടുമ്പോഴും അവർക്ക് ട്രെയിനിങ്, ഒരു 10-20 പേർക്ക് പുറത്തുനിന്ന് ഒരാൾ വരും, അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരാളെ ഉപയോഗപ്പെടുത്തും. എന്നിട്ട് അവർക്ക് ട്രെയിനിങ്, ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴുള്ള പൊസിഷന് നമ്മളൊരു അടി മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ അധ്യാപന രീതി, എൻ്റെ ടീച്ചിങ്ങിൽ എൻ്റെ സ്റ്റൈല്, ഞാൻ പഠിപ്പിക്കുന്ന രീതി, ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ കുട്ടികളെ ഞാൻ കെയർ ചെയ്യുന്ന രൂപം, എൻ്റെ കുട്ടികൾ എന്നുള്ള ചിന്ത എനിക്കുണ്ടോ? എനിക്ക് 20 കുട്ടികളുണ്ടെങ്കിൽ 3-4 കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ബാക്കിയുള്ള കുട്ടികളും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ ഒരേ എന്താ പറയുക കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് അവരെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതെപ്പോഴാണ് ആർജിക്കുക? അത് കൃത്യമായി പരിശീലനത്തിലൂടെ ആർജിക്കും.
ഇങ്ങനത്തെ കാര്യങ്ങൾ ആണ് വളരെ പ്രധാനമായിട്ട് നമ്മൾക്കിടെ നമ്മുടെ ഓരോ സംഗതി. ഇപ്പോൾ ഡോക്ടർ ഷാൻ, നമ്മുടെ മുഹമ്മദ് മദനി അവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഡോക്ടർ ഷാൻ്റെ പ്രസംഗം ഇങ്ങനെ കേട്ടുവരായിരുന്നു. ഡോക്ടർ ഷാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴും പറയാനുള്ളത് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, വല്ല വയറിന് വേണ്ട രൂപത്തിലുള്ളതൊക്കെ കൊടുത്താൽ പോരെ, വളരെ കൂടുതൽ അതിനാവശ്യമില്ലാത്തൊക്കെ കയറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ക്വാളിറ്റി ഇല്ല, ഫുഡ് ക്വാളിറ്റി ഉള്ളതല്ല, പിന്നെ അതൊന്നായിട്ട് യാതൊരു അച്ചടക്കവും ഇല്ലാതെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഭക്ഷണ രീതിയിൽ ക്വാളിറ്റി ഉണ്ടാവണം. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ത്രീകൾ മുഴുവൻ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഗുണമേന്മയുള്ള ഭക്ഷണമാണ് എന്ന് നിങ്ങൾ കൃത്യമായി ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മളെ കുട്ടികൾ കൈ വൃത്തിയാക്കുന്നുണ്ടോ, വലിയവനെ കൈ കഴുകുന്നുണ്ടോ, നമ്മൾ വളരെ പ്രധാനമാണ്. ഞാൻ ഒരു ഇതിൽ വായിച്ചിട്ടുണ്ട്, നമ്മളെ ഹോട്ടലുകൾ, വലിയ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് ഭക്ഷണം വേണ്ടിയെന്നുള്ളൊരു മെനു, ഒരു കാർഡ് കൊണ്ടുവരും. ഈ കാർഡ് ഇതിലുണ്ട് എന്തൊക്കെയാണ് ഭക്ഷണം, അതിന് എത്ര വില എന്നൊക്കെ, മട്ടൻ ബിരിയാണി ഇത്ര രൂപ എന്നൊക്കെ. ഇത് വരുന്നവർക്കൊക്കെ കൊടുക്കും, അവരൊക്കെ മറിച്ച് നോക്കും, എനിക്ക് ഒരു ബിരിയാണി എന്ന് പറയും. എന്നാൽ ആരോഗ്യ അവരുടെ ഏജൻസികൾ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ളത് ഈ മെനു കാർഡിലാണ്. ഈ മെനു കാർഡ് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വില അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കാർഡുണ്ടല്ലോ, 2-4 പേജിലെ, അതിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ നിലകൊള്ളുന്നത്. കാരണം എല്ലാവരും അത് ടച്ച് ചെയ്യാണല്ലോ. അപ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ, വലത് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകൽ നിർബന്ധം. കൈ കഴുകി വന്നിട്ട് നമ്മളിത് കാണുക, കൈ കഴുകി വന്ന് ഇരുന്നിട്ട് അവർ തരിക. അപ്പോൾ നമ്മളെ കുട്ടികളെ ഞാൻ നോക്കാം എനിക്ക് വേണ്ടി ഞാൻ പറയാറ്, എന്നിട്ട് ഒരു വലിയ കാര്യത്തൊക്കെ മറച്ചു വെക്കാണ്ട് എനിക്ക് ഫ്രൈഡ് റൈസ് കറി. അവരെ കൈ മുഴുവൻ ബാക്ടീരിയ. അവരോട് പറയണം പോയി കൈ കഴുകി വാ. അപ്പോൾ ഇതൊക്കെയാണ് വളരെ പ്രധാനം. എല്ലായിടത്തും ക്വാളിറ്റി വേണം. നമ്മളെ വീട്ടിൽ എന്താ, ഇപ്പോൾ നമ്മളെ വീട്ടിലെ അവസ്ഥകൾ ആലോചിക്കുക, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. എല്ലാം ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, നിങ്ങൾ എന്താ പറയുക, ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ, നിസ്കാരം ഏറ്റവും പ്രധാനമാണല്ലോ. ഏറ്റവും പ്രധാനമുള്ള ഒരു പ്രധാനപ്പെട്ടാണ് നമസ്കാരം. നമ്മൾ പറഞ്ഞത് നന്മ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചു, അയാൾ ദാനം ചെയ്തു. അയാൾ ദാനം ഇങ്ങനെ കുറേ പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അയാൾ മനസ്സിൽ എന്താ പറയുക, ദാനം ചെയ്യണം എന്നുള്ള ഉദ്ദേശമല്ല അയാൾക്കുള്ളത്. അയാൾക്ക് വേറെ ആരെങ്കിലുമൊക്കെ കാണിക്കണം, അവരറിയണം എന്നൊക്കെ ഉള്ളൂ. അത് അള്ളാഹു അവരെ ഇഷ്ടപ്പെടില്ല. ഒരു കാര്യം വേണ്ട രീതിയിൽ ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അതാണ്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ രൂപം നമ്മളൊക്കെ നമസ്കരിക്കില്ലേ, ആ നമസ്കാരം അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണോ അള്ളാഹു അല്ലെങ്കിൽ റസൂലുള്ള ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലാണോ നമ്മളെ നിസ്കാരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടി. നമ്മൾ ഉളു കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാന്നല്ലാതെ, ഒരു കടമ കഴിക്കാന്നല്ലാതെ, അതിലൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് എത്രത്തോളം സ്കോർ കിട്ടും എന്നുള്ളത് നമ്മൾ സംശയിക്കാൻ വേണം. അപ്പം നമസ്കാരം, നമ്മൾ ആരാധനാ കർമ്മങ്ങളൊക്കെ, അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ പഠനം, നമ്മുടെ കുട്ടികളുടെ പഠനം, എൻ്റെ വീട്ടിലെ എൻ്റെ ജീവിതം, എൻ്റെ കുട്ടികളെ ഞാൻ വളർത്തുന്ന രീതി എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, ആ സുഹൃത്തിൻ്റെ മകൻ ഭയങ്കര ദീനിയാണ്. അപ്പം അവരെ വീട്ടിൽ TV ഒക്കെ ഉണ്ട്. അപ്പോൾ TV അത് പിന്നെ മകന് ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ ആ TV ഒന്നും ഓണാക്കില്ല, അല്ല മോൻ പോയാൽ പിന്നെ ഓണാക്കും ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഇവരുടെ ഒരു മകളെ കെട്ടിച്ച സ്ഥലമുണ്ട്, അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോകട്ടെ. 3 കുട്ടികളുണ്ട്. എന്നോട് പറഞ്ഞ ഇയാളുടെ മകൻ ഇവിടെ ഇല്ല. കുട്ടികളോട് പറഞ്ഞു നമ്മളെന്നാൽ അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇപ്പാനോട് സമ്മതം ചോദിക്കണം പറഞ്ഞു. ഇപ്പാനോട് സമ്മതം ചോദിച്ചു. കുട്ടികളെ കുറച്ച് ഒരു 2 മണിക്കൂറിന് ഞാനൊന്ന് വീട്ടിൽ പോകുന്നുണ്ട്, ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. പോകാൻ പറഞ്ഞു. കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ, അവിടെ യാതൊരു കൺട്രോളും ഇല്ല, TV വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. അത് ഉറപ്പ് തരുമെങ്കിൽ എൻ്റെ കുട്ടികളെ കൊണ്ടുപോയിക്കോ. അവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സിനിമ ഉണ്ടാവും, പലതും ഉണ്ടാവും, അതൊന്നും എൻ്റെ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ വാക്ക് തരാൻ പറ്റുമോ? യു ടേക്ക് ദം, കൊണ്ടുപോയിക്കോ.
അപ്പം ആ മകൻ ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരും. ആ രീതിയിലാണ്. കുട്ടികളെപ്പം തന്നെ ശ്രദ്ധിക്കാഞ്ഞാൽ അവർ തോന്നിയ മാതിരി എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. അതിനെന്ത് വേണം? ആദ്യം ഞാൻ ശരിയാണം. ആദ്യം എൻ്റെ ലൈഫിൽ എൻ്റെ ക്വാളിറ്റി ഞാൻ നന്നാക്കുകയെങ്കിലേ എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. മറ്റേ അവർ വാപ്പ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് ചെയ്യണേനെന്ന് പറയുന്നത്. ഇത് ഞാൻ നീട്ടി സംസാരിക്കല്ല. ഏതായാലും ഇത് വളരെ നല്ലൊരു രീതിയാണ്. നമ്മുടെ സമുദായത്തിൽ നിരവധി നമ്മളുടെ ഈ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നം വെച്ചുകൊണ്ടാണ് അവരുടെ കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഇണയെ അല്ല അവന് കിട്ടിയിട്ടുള്ളത് എന്നവന് തോന്നുകയാണ്. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാനിപ്പോൾ ഇതിലൊന്നും കേട്ടതും കണ്ടതൊക്കെ, അതുകൊണ്ട് ഇവൾ ശരിയാവില്ല, അല്ലെങ്കിൽ ഈ ഭർത്താവ് ശരിയാവില്ല എന്ന് തോന്നുക. അതിനൊക്കെ ഒരുപാട് അവർക്കിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് ഇങ്ങനെ അല്ലെങ്കിൽ പല നിർദ്ദേശങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ആദ്യവും എന്താണ് വിവാഹ ജീവിതം എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് കൗൺസിലിങ്ങിലൂടെ കല്യാണം പ്രായം എത്തിയിട്ടുള്ളവർക്കൊക്കെ അത് കൃത്യമായിട്ടൊരു സെൻറ്റർ ഉണ്ടെങ്കിൽ അത് വളരെ നന്നാകും. പിന്നെ അവരെ വീണ്ടും വിളിക്കുക, ഒരു വർഷമോ മറ്റോ കഴിഞ്ഞിട്ട് അവരെ വീണ്ടും വിളിക്കുക, എങ്ങനെയുണ്ട് നിങ്ങളെ പോക്കൊക്കെ ശരിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ അവരെ അഭിമുഖം നടത്തും, പ്രശ്നങ്ങൾ മനസ്സിലാക്കും, അതിന് പരിഹാരം കണ്ടെത്തും. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇത് പറഞ്ഞ 5 കാര്യങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഈ സംഘാടകരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ആദരണീയരായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ വാർഷിക പരിപാടിയാണ് നടക്കുന്നത്. വിവിധ സെഷനുകളിലായി വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെഷനിൽ ഇനി ഇതിന് ശേഷം മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് തന്നെ ആദരണീയനായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയുടെ ഒരു ക്ലാസ് നടക്കാനുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മണിക്കൂറുകളോളം വിശദമായി വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് നൽകി അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ചെയ്യുന്നത്. ബഹുമത സമൂഹത്തിലെ ഇസ്ലാമിക ജീവിതം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മളുടെ ഈ ചർച്ച. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ധാരാളം മതവിശ്വാസികളുള്ള, വ്യത്യസ്തമായ ആദർശങ്ങളും വീക്ഷണങ്ങളുമൊക്കെ നിലനിൽക്കുന്ന, വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇന്ത്യ രാജ്യം. മറ്റേതൊരു രാഷ്ട്രത്തോടും രാജ്യത്തോടും താരതമ്യം ചെയ്താലും അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ് ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യം. ഇവിടെ അനേകം മതങ്ങളാണ്, അനേകം സംസ്കാരങ്ങളാണ്, ധാരാളം ഭാഷകളുണ്ട്, വേഷവിധാനങ്ങൾ വൈവിധ്യവും വ്യത്യസ്തവുമാണ്. എല്ലാം കൊണ്ടും വൈവിധ്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പം സൗദി അറേബ്യ പരിശോധിച്ച് നോക്കിയാൽ ഒരു മതം, ഒരു സംസ്കാരം, ഒരു ഭാഷ. അറബ് രാജ്യങ്ങളൊക്കെ ഏതാണ്ട് അങ്ങനെയാണ്, അല്ലെങ്കിൽ 1 or 2 മതങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളും ഏതാണ്ട് അങ്ങനെയാണ്. ഏതാണ്ട് എല്ലാ ഭാഗത്തും 1 or 2 or 3 ഒക്കെ മതങ്ങൾ, ഏതാനും ചില ഭാഷകൾ. ഇവിടെ നമ്മുടെ സംസ്ഥാനങ്ങൾ വിഭജിച്ചിട്ടുള്ളത് പോലും ഭാഷയുടെ
അയാളുടെ സംസാരിക്കാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ തിരിച്ചറിയും അയാൾ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന ഭാഷക്കാരനാണ് എന്ന്. അത്രയധികം വൈവിധ്യങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യത്താണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളുടെ ഐഡന്റിറ്റി പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത്. ഇതെങ്ങനെ സാധ്യമാകും, അല്ലെങ്കിൽ ഇത് സാധ്യമാണോ? ഇവിടെ മുസ്ലിങ്ങളായി ജീവിക്കാൻ സാധ്യമാണോ? അതല്ല. മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങളോട്, ഇതര മതവിഭാഗങ്ങളോട് നമ്മുടെയൊക്കെ സമീപനം എന്താണ് എന്നതാണ് ഇതിൽ അടിസ്ഥാനപരമായ വിഷയം. വളരെ സമയം ആവശ്യമുള്ളതാണ്, ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് പറയാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, എല്ലാ വിഭാഗങ്ങളോടും എല്ലാ നന്മയിലും സഹകരിച്ചു പോകണമെന്നതാണ് അടിസ്ഥാനപരമായി ഇസ്ലാം കാണുന്ന ആശയം. ആരുമായിട്ടും ശത്രുതയല്ല, മറിച്ച് ഉള്ളത് സഹകരണമാണ്. അത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളുടെ മുമ്പിൽ വെക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. സൂറത്തുൽ മാഇദയിലെ വിശുദ്ധ ഖുർആന്റെ വാക്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹു ശദീദുൽ ഇഖാബ്. തആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തിന്റെയും ഭയഭക്തിയുടെയും കാര്യത്തിൽ അഥവാ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയും ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സഹായിക്കുകയും അരുത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഈ ആയത്ത് നമ്മളുടെ മുന്നിൽ വെക്കുന്ന ആശയം ഇതാണ്. നന്മയുടെ വിഷയത്തിൽ ആരുമായിട്ടും എത്രയും നന്നായിട്ട് സഹകരിക്കാം. തിന്മയാണോ, ആരുമായും ആ വിഷയത്തിൽ സഹകരിച്ചുകൂടാ. ഇവിടെ കക്ഷി വിഭാഗീയതകളോ മതത്തിന്റെ തന്നെ അതിർവരമ്പുകളോ പരിഗണിക്കേണ്ടതില്ല. നന്മയുടെ കാര്യത്തിൽ ആരുമായിട്ടും നന്മയിൽ സഹകരിക്കാം. തിന്മയാണെങ്കിൽ സ്വന്തം ആളുകളോ സ്വന്തം പാർട്ടിക്കാരോ സ്വന്തം മതത്തിന്റെ ആളുകളോ ആണെങ്കിൽ പോലും, അവനവന്റെ വീട്ടുകാരോ ബന്ധുക്കളോ ഏറ്റവും അടുത്തവരാണെങ്കിൽ പോലും തിന്മയിൽ സഹകരണമില്ല. നന്മയാണെങ്കിൽ ഏത് ശത്രുവാണെങ്കിലും എതിരാളിയാണെങ്കിലും സഹകരിക്കുകയുമാകാമെന്ന മൗലികമായ ഒരാശയമാണ് ഇസ്ലാം ഈ രംഗത്ത് പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ മതവിഭാഗങ്ങളോടൊക്കെയും ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. ആരുമായും ശത്രുത വെച്ച് പുലർത്തുകയല്ല, സഹകരണം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോടൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുക. ജനങ്ങളോടൊക്കെയും നല്ല കാര്യങ്ങൾ പറയുക. ഖുർആൻ അങ്ങനെ പറയും, എല്ലാവരോടും നല്ലത് മാത്രം പറയുക. നമ്മൾ കടന്നു കഴിഞ്ഞു പോകുന്ന വഴികളിലൊക്കെയും ജീവിതത്തിന്റെ വിവിധ മുഖങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ കൈയാളുകയും കടന്നു കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ ആ വഴികളിലൊക്കെ എല്ലാവരുമായിട്ടും വഖൂലൂ ലിന്നാസി ഹുസ്നാ, നന്മ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് കൈമാറിക്കൊണ്ട് അങ്ങനെ കടന്നു പോകണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിയോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിയോടും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്ന കൽപ്പന വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, അവനോട് നിങ്ങൾ രണ്ടുപേരും മൃദുലമായിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന്. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. നല്ല വാക്കുകൾ പറയുക, നല്ല സംസാരങ്ങൾ നടത്തുക, ഇടപാടുകൾ മാന്യമായിരിക്കുക, ആരോടും നല്ലവരായി മാത്രം പെരുമാറുക എന്ന ആശയം ഇതെല്ലാ രംഗത്തുമുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ നാട്ടിൽ ഹിന്ദു സഹോദരന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൈനമതക്കാരും ബുദ്ധമതക്കാരുമുണ്ട്, സരാഷ്ട്ര മതത്തിന്റെ ആളുകളുണ്ട്, അങ്ങനെ പല മതത്തിന്റെ ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ നമ്മൾക്ക് അവരെ സ്നേഹിച്ചും അവർക്ക് നമ്മളെ സ്നേഹിച്ചും ഒക്കെ കഴിഞ്ഞുകൂടാം. അങ്ങനെ ആവണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരൊക്കെ ശത്രുക്കളായി, എല്ലാവരും ശത്രുക്കളായി കാണുകയല്ല, അവരോടൊക്കെ സഹകരിച്ചു പോകണമെന്നാണ്, നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്താമെന്നാണ്. അപ്പൊ അതൊക്കെ പുതിയ ചർച്ചകളായി മാറി. അവരോട് സ്നേഹബന്ധം നിലനിർത്താൻ പാടുണ്ടോ? അവരുടെയൊക്കെ അയൽവാസ ബന്ധം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? അവരൊക്കെ മുസ്ലിങ്ങളല്ലാത്തതിന്റെ പേരിൽ ശത്രുക്കളായിട്ടല്ലേ കാണേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ ഇപ്പോൾ ഇങ്ങനെ നാമ്പെടുത്ത് വരുന്നുണ്ട്.
നിങ്ങൾ നോക്കി, ഞാൻ ചരിത്രത്തിലെ ഖുർആൻ ഉദ്ധരിച്ച് തന്നെ ഒരു ചരിത്രത്തിലൊരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ് അബൂ ത്വാലിബ്. അദ്ദേഹം മുസ്ലിം അല്ല, മുശ്രിക്കാണ്, ബഹുദൈവ ആരാധകനാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം സഹായവും സഹകരണവും സംരക്ഷണവും നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. ആ ആദരവും ബഹുമാനവും ഒക്കെ റസൂൽ അദ്ദേഹത്തോട് നിലനിർത്തിയിരുന്നു. മുസ്ലിം അല്ലാത്ത ആ വ്യക്തി നൽകിയ ആദരവ്, സംരക്ഷണം ആദരപൂർവ്വം റസൂൽ കണ്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആഗ്രഹമാണ് അദ്ദേഹം മുസ്ലിം ആകണം, ഇസ്ലാം സ്വീകരിച്ച് മരിക്കണം എന്നുള്ളത്. പക്ഷെ റസൂൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അള്ളാഹുവിന്റെ തീരുമാനം വേണം ഹിദായത്തിന്റെ വിഷയത്തിൽ. അവസാനം അദ്ദേഹം മരണമടയുന്നതിന്റെ മുമ്പ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, മൂത്താപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, ചൊല്ലണം, താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സംസാരിച്ചു നോക്കാം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം മുസ്ലിം അല്ലാതെ മരിച്ചു. റസൂൽ വല്ലാത്ത പ്രയാസത്തോടു കൂടിയാണ് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ആ വിഷയത്തിൽ ഇറങ്ങിയ ഒരു ആയത്തിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. അതിനെ സംബന്ധിച്ച ആയത്തിൽ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ, നീ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആ മനുഷ്യനെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല എന്ന് അള്ളാഹ് ഉപയോഗിച്ച വാക്കെന്താ പറയുക നിങ്ങൾ? നീ സ്നേഹിക്കുന്ന മനുഷ്യൻ എന്നാണ്. ആരെ റസൂൽ സ്നേഹിച്ചത്? മുസ്ലിം അല്ലാത്ത അബൂ ത്വാലിബിനെ. അങ്ങനെ പറ്റുമെന്നാണ് ആ അർത്ഥം. സ്നേഹം റസൂലുള്ളാഹിന്റേത് കാപട്യമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തന്റെ മൂത്താപ്പ, മുസ്ലിം അല്ലാത്ത മൂത്താപ്പയെ റസൂൽ സ്നേഹിച്ചു. നീ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിന്. അപ്പൊ സ്നേഹം ഉണ്ടാകാം, അവരോട് ഉണ്ടാവണം. ഖുർആൻ വേറെ ആയത്തുകളിൽ പറഞ്ഞു, അസല്ലാഹു അയജഅല ബൈനകും വബൈനൽ ലദീന ആദൈതു മിൻഹും മവദ്ദതൻ. സ്നേഹത്തിന് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു വാക്ക് മവദ്ദത്ത് എന്നാണ്. നിങ്ങളുമായി ശത്രുതയിൽ നിലനിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അള്ളാഹു ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് ഉണ്ടാക്കിയേക്കാം, സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം എന്നാണ്. അപ്പൊ ആ സ്നേഹബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനുവദനീയമാണ് എന്നാണ് ഖുർആൻ നമ്മളുടെ മുന്നിൽ വെക്കുന്ന കാഴ്ചപ്പാട്. അപ്പൊ ഇപ്പോഴതൊക്കെ അവരെ സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളായി ജീവിച്ചുകൂടാ, അതിനുവേണ്ടി വേറെ ചില രാജ്യങ്ങളുടെ അവിടേക്കൊക്കെ പോകണമെന്നൊക്കെ പറയുകയും നാടുവിടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ഖുർആൻ അടിസ്ഥാനപരമായി വെക്കുന്ന ആശയങ്ങൾ അവർ പഠിക്കുന്നില്ല എന്നതാണ് അർത്ഥം. നമുക്കെല്ലാ ഒരു ബഹുമത സമൂഹത്തിൽ ഇവിടെയുള്ള ആളുകളോടൊക്കെ കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. നമുക്ക് നമ്മുടെ ആദർശങ്ങൾ കൈമാറാം, നമ്മുടെ സംസ്കാരങ്ങൾ അവർക്ക് കൈമാറാം, നമ്മുടെ സംശുദ്ധമായ ജീവിതക്രമത്തിൽ നിന്ന് അവർക്ക് മാതൃകകൾ സ്വീകരിക്കാൻ നമ്മൾ ഒരുപാട് അവർക്ക് സ്വീകരിക്കാനുണ്ടാവും. നമ്മുടെ മുഖ്യ ലക്ഷ്യവും അത് തന്നെയാണ്, നമ്മുടെ ആദർശങ്ങൾ ഈ ആളുകൾക്ക് എത്തിക്കണം, അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നാണ്. എന്നാൽ ഒരു സമൂഹം എന്നതൊക്കെ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ പല നന്മകളും നമ്മൾക്ക് സ്വാംശീകരിക്കാം, നമ്മൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. ഇവിടത്തെ ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് പല നന്മകളും ഉണ്ടാകാം. നമ്മൾക്ക് ആവശ്യമുള്ള നന്മകൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കാം. അത് മതവിരുദ്ധമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്, അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കുന്ന യാതൊരു വിരോധവുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം, ബദ്ർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രു വിഭാഗവുമായി നടത്തിയ ആദ്യത്തെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മറുപക്ഷത്ത് നിന്ന് 70 പേർ വധിക്കപ്പെടുകയും ഏതാണ്ട് 70 പേർ തന്നെ ബന്ധികളായി, ബന്ധനസ്ഥരായി റസൂലുള്ളാഹിന്റെ ഭാഗത്ത് പിടിക്കപ്പെട്ടവരായി റസൂലുള്ളാഹിന്റെ ഭാഗത്തുണ്ട്. ഈ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി റസൂൽ പ്രഖ്യാപിച്ചു, ഓരോരുത്തരുടെ മോചനദ്രവ്യവുമായിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും മോചിപ്പിച്ചു കൊണ്ടുപോയി, ബന്ധനസ്ഥരെ മോചിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി. ബാക്കി നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് റസൂലുള്ളാ അവരെ മോചിപ്പിക്കാൻ ആളുകൾ വരാത്തപ്പോൾ റസൂൽ അവരോട് കൊടുത്ത നിർദ്ദേശം, അവരൊക്കെ സാക്ഷരരായിരുന്നു, എഴുത്തും വായന അറിയുന്ന ആളുകളായിരുന്നു. റസൂൽ പറഞ്ഞത്, എൻ്റെ ഈ ഭാഗത്തുള്ള വിശ്വാസികളായ ആളുകളുടെ ഭാഗത്ത് അനുയായികളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ 10 പേരെ വീതം എഴുത്തും വായനയും പഠിപ്പിക്കുമെങ്കിൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കി വിടാമെന്ന്. നമുക്ക് ഒരുപാട് മാതൃകകൾ കിട്ടുന്ന ഒരു സംഭവമാണത്. പല രംഗത്തും മാതൃകകൾ കിട്ടുന്ന ഒരു സംഭവം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ശത്രുപക്ഷത്തുള്ള ആളുകൾ എഴുത്തും വായനയും അറിയുന്നവരാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്, ആ എഴുത്തും വായനയും എൻ്റെ അനുയായികൾക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളെ സ്വതന്ത്രരാക്കാമെന്ന അവിടെയുള്ള ആ നന്മ തൻ്റെ അനുയായികൾക്ക് ലഭിക്കണമെന്ന നിലക്ക് വളരെ സുതാര്യവും സമർത്ഥവുമായ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ചത്.
അപ്പോൾ ശത്രുക്കൾ നമുക്ക് എഴുത്തും വായനയൊക്കെ പഠിക്കാൻ പറ്റുമോ? പറ്റും. അത് അവർക്ക് അറിയുമെങ്കിൽ ഇങ്ങോട്ട് പഠിക്കണം. അതിന് മതപരമായിട്ടൊരു വിരോധമില്ല. ഇവിടെയുള്ള സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ നമ്മൾക്ക് കിട്ടേണ്ട വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അത് ശേഖരിക്കണം. അതാണ് ബുദ്ധി, അതാണ് സാമർഥ്യം, അതാണ് ഇസ്ലാമിന്റെ രീതി. ഇങ്ങനെയുള്ള പല രംഗങ്ങളും നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടാവും. ആദർശപരമായിട്ടൊരു വിട്ടുവീഴ്ചയുമില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട ആശയങ്ങളാണ്. എന്നാൽ ഒരു സാമൂഹിക ജീവിതത്തിൽ കൊണ്ടും കൊടുത്തും കൈമാറിയും ഒക്കെ ജീവിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾക്ക് സ്വീകരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മറ്റൊരു സംഭവം കൂടി ഓർമ്മയിൽ വരുന്നു, ഉദ്ധരിക്കട്ടെ. ഖന്തഖ് യുദ്ധം, കിടങ്ങ് കീറിയ യുദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളുമായിട്ട് ആ കാര്യം ഒരു മുഷാവറ, ഒരു കൂടിയാലോചന നടത്തി. എങ്ങനെ യുദ്ധത്തെ നേരിടാം? അതിന് കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആലോചിക്കാനൊക്കെ. അതിന് മാത്രം ശത്രുസേന ഒന്നാകെ ഒരു അഹ്സാബ്, ഒരു സഖ്യകക്ഷിയായി മാറി നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചൊരു യുദ്ധമായിരുന്നു. ഇതിനെ മറികടക്കാതെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ റസൂലുള്ളാഹി ആലോചിച്ചു അനുയായികളുമായിട്ട്. പല അഭിപ്രായങ്ങൾ വന്ന കൂട്ടത്തിൽ ഒരു അഭിപ്രായം വന്നതാണ് പേർഷ്യക്കാരൻ, അറബ് രാജ്യക്കാരനല്ല, പേർഷ്യക്കാരനാണ്. അന്നത്തെ പേർഷ്യ, ഇന്നത്തെ ഇറാൻ ഇറാഖിന്റെ ഭാഗം. അവിടെ വന്നിരുന്ന ഒരു അനുയായിയാണ് റസൂലുള്ളാഹിന്റെ പേർഷ്യക്കാരനായ അനുയായി സൽമാൻ ഫാരിസി. അദ്ദേഹം ഒരു നിർദ്ദേശം റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചു. റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു യുദ്ധതന്ത്രമുണ്ട്. ഒരു കിടങ്ങ് കീറി ശത്രുസേനയെ മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു കയറി വരാൻ സാധിക്കാത്ത വിധം പ്രതിരോധിക്കുക. റസൂൽ ആ നിർദ്ദേശം സ്വീകരിച്ചു. അങ്ങനെ മദീനയുടെ അതിർത്തി പ്രദേശത്ത് കവാടത്തിന്റെ ഭാഗങ്ങളിൽ നീണ്ട കിടങ്ങുകൾ കീറി, ആഴത്തിൽ നല്ല ആഴമുള്ള കിടങ്ങുകൾ, നല്ല വീതിയുള്ള കിടങ്ങുകൾ, ഒട്ടകത്തെയോ കുതിരത്തെയോ ചാടിച്ചു കടക്കാൻ കഴിയാത്ത വിധം വീതിയും ചാടി വീണാൽ എഴുന്നേറ്റ് വരാൻ കഴിയാത്ത വിധത്തിൽ ആഴവുമുള്ള കിടങ്ങുകൾ കീറി. അങ്ങനെ അതിനെ പ്രതിരോധിച്ചു. റസൂലുള്ളാഹിന്റെ നിർദ്ദേശം, റസൂൽ അങ്ങനെ പറഞ്ഞതിന് സഹാബികൾ ചെയ്തു. ഈ നിർദ്ദേശം അനുസരിച്ച് യുദ്ധത്തിൽ വിജയിച്ചിട്ട് കുറെ കാര്യങ്ങൾ വേറെ. ഞാൻ ഊന്നുന്നത്, ഈ നിർദ്ദേശം എവിടെ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചത്? അറബികൾക്ക് പരിചയമില്ലാത്തൊരു യുദ്ധമുറയായിരുന്നത്. ആ യുദ്ധമുറ നിർദ്ദേശിച്ചത് പേർഷ്യൻ സംസ്കാരം, അവിടെ നിന്ന് കിട്ടിയ ഒരു സാമർഥ്യം തന്റെ അനുയായി റസൂലുള്ളാഹിക്ക് നിർദ്ദേശിച്ചു കൊടുത്ത. അതാണ് റസൂൽ ഇവിടെ ഉപയോഗിച്ചത്, പേർഷ്യൻ സംസ്കാരം. നമ്മുടെ ഒരു പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ടെക്നോളജി, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. ടെക്നോളജി റസൂൽ ഇങ്ങോട്ട് കടമെടുത്ത് അത് ഇവിടെ ഉപയോഗപ്പെടുത്തി എന്നാണ് അതിനർത്ഥം. നോക്ക്, ഇതൊക്കെ മതപരമായിട്ട് അനുവദനീയമായ കാര്യം. എല്ലാം മതപരമായിട്ട് ഈ വിഷയത്തിൽ നിന്ന് യാതൊരു തടസ്സവുമില്ല. നന്മയിൽ സഹകരിക്കാം. എവിടെ നിന്നാണോ നന്മ സ്വീകരിക്കുന്ന ആ നന്മയൊക്കെ നമ്മൾക്ക് കൈക്കൊള്ളാം. നന്മ ചെയ്യുന്നവരോട് പ്രത്യുപകാരവും ചെയ്യാം. അവിടെ ജാതിയും മതവും വിഭാഗവും ഒന്നുമില്ല. നമ്മൾക്ക് ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവരൊക്കെ അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യണം. ചെയ്യാമെന്നല്ല, ചെയ്യണം. അത് ഓർത്ത് അനുസ്മരിച്ച് നന്ദി വാക്കുകൾ പറയുകയും പുകഴ്ത്തുകയും ചെയ്യാം. മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല അവരാരും. നമുക്ക് എത്ര സംഭവങ്ങളാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നടന്നത്. നിങ്ങൾ ഒരു സംഭവം പറയട്ടെ, നമുക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് നാട് വിട്ട സംഭവം എല്ലാവർക്കും അറിയാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു റസൂൽ ആ സമയത്ത്. ഭാര്യ ഖദീജ റളിയല്ലാഹു മരിച്ചു, അബൂ താലിബ് മരിച്ചു. രണ്ടാളും മരിച്ചതോടുകൂടി ഈ സംരക്ഷിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചപ്പോൾ വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടുകയും അരക്ഷിതാവസ്ഥ വരികയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി നാട് വിട്ടതാണ് തായിഫിലേക്ക്. ആ തായിഫിൽ അഭയം തേടിച്ചെന്നു. അവിടെ നിന്ന് അവർ ആട്ടി ഓടിച്ചു റസൂലെ. എല്ലാവർക്കും അറിയാം സംഭവം. ഒരു നിവൃത്തിയില്ലാത്ത പോരലായിരുന്നു റസൂലുള്ളാഹിന്റെ. റസൂൽ ആ യാത്രയിൽ പറഞ്ഞത്, ഈ തായിഫുകാരോട് പറഞ്ഞൊരു വാക്ക് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞത്, തായിഫുകാരെ, നിങ്ങൾ ഒരിക്കലും മക്കക്കാരോട് ഞാൻ നിങ്ങളുടെ അടുത്ത് അഭയം തേടി വന്നതും നിങ്ങൾ എന്നെ എറിഞ്ഞാട്ടിയതും ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നു മക്കക്കാരോട് നിങ്ങൾ പറയരുത്. വല്ലാത്തൊരു വാക്കാണത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വീണ്ടും